ഹലോ ഗൈസ്, ഞാനിന്ന് രാവിലെ തന്നെ ചീമേന് പോകുമ്പോൾ നമ്മളെ കണ്ണോട്ടിന് വിളി വന്നേ. കണ്ണോട്ടിന് ഒന്നിച്ചൊന്ന് കോഴിക്കോട് പോകണമല്ലോ. ഞാൻ പറഞ്ഞു വണ്ടി എടുക്കണമെങ്കിൽ എനിക്ക് ചായ മേടിച്ചിട്ടുണ്ടെന്ന്. ഏതായാലും കണ്ണോട്ടിന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എനിക്ക് ചായ മേടിച്ച് തന്നിട്ടുണ്ട്. ചായക്ക് ഏതായാലും നമ്മൾ മസാല ദോശ ഓർഡർ ആക്കി. എനിക്ക് ഏതായാലും മസാല ദോശ അത്ര ഇഷ്ടപ്പെട്ടില്ല. കണ്ണോട്ടിന്റെ ബാക്കി ഏതായാലും കണ്ണോട്ടും പാലിച്ചിട്ടുണ്ട്. ഇനി എന്റെ ബാക്കി ഞാനങ്ങ് പാലിച്ചേക്കാട്ടാ. ഞാൻ ഏതായാലും വണ്ടി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഏതായാലും ഒരേ പോക്ക് പോകുന്നില്ല, നമ്മൾ നല്ല റെസ്റ്റ് എടുത്തിട്ടേ പോകുന്നില്ല. കാരണം വേറൊന്നല്ല, പണ്ട് ഫുട്ബോൾ കളിക്കുമ്പോൾ എന്റെ മുട്ടിന് ലിഗമെന്റിന് പരിക്ക് പറ്റുന്നത്. അതുകൊണ്ട് മെല്ലെ മെല്ലെ വണ്ടി ഓടിക്കും. അമ്മ ആദ്യം സൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടാ. നമ്മ ഇടുന്ന ഒരു വത്തക്കയച്ചിൽ ഒരു കരിക്കും കുടിച്ചിട്ടുണ്ട്. നല്ല റോഡായതുകൊണ്ട് നമുക്ക് ഏതായാലും ക്ഷീണമൊന്നുമില്ല. നമ്മ ഏതായാലും ഇവിടെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇങ്ങോട്ട് വന്നതിന്റെ കാരണം വേറൊന്നല്ല, കണ്ണോട്ടിന്റെ ഏച്ചിനും പിള്ളേരെയും കൂട്ടാൻ വേണ്ടിട്ടാ നമ്മ ഇങ്ങോട്ട് വന്നിട്ടില്ലത്. ഇവരെ നായി ഏതായാലും ഒരു രക്ഷയില്ലട്ടാ, ഒരേ കുറെ തന്നെ കേട്ടാ. എത്തിയപ്പാട് നമ്മൾ പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി ഇല്ലോ. ചോറ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മ ചെക്കനെ കൂട്ടാൻ വേണ്ടി സ്കൂളിൽ പോയിട്ടുണ്ട്. ഈ കാണുന്നത് അവന്റെ ഏച്ചിയാണ് കേട്ടോ. ഓളൊന്ന് സ്കൂളിൽ പോയിട്ടാ. അവരെ ഇന്ന് കൂട്ടാൻ വരുന്നുണ്ട് നമുക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് ഇന്ന് ഓള് മടിച്ചിട്ട് സ്കൂളിൽ പോയിട്ടാ. വൈകുന്നേരത്തെ ചായയും കുടിച്ച് നമ്മ ഏതായാലും ആണെന്ന് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഏതായാലും സന്തോഷമായി, കാരണം പറഞ്ഞല്ല എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടി. ഏച്ചിക്ക് ഏതായാലും ഡബിൾ സന്തോഷം. വീട്ടിൽ പോകുന്നോണ്ടാന്നേ. ഞാൻ വരുന്നേക്ക് ചീമേനിക്ക് ഞാൻ ചെങ്ങായിമാരെല്ലാം പണിയെടുക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തേക്ക് അത്രയും ഓക്കെ ബൈ.